നിയമത്തിൽ നിന്ന് മേഘ്ന മുരളി കൂടി ചേരുകയാണ്. നിയമത്തിന്റെ ചൂട് അല്ലെങ്കിൽ നിയമത്തെ ചർച്ചകളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ലാപ്പിൽ ഏറ്റവും കൂടുതൽ പരാതികൾ ഉയരുന്ന മണ്ഡലമായി മാറുന്നു. അങ്ങനെ എല്ലാ മുന്നണികളും എല്ലാ സ്ഥാനാർത്ഥികളും പരസ്പരം പരാതികൾ ഉന്നയിക്കുന്നു, ഒപ്പം വെല്ലുവിളിക്കുന്നു സംവാദത്തിനായി. ആ സംവാദം ഇന്ന് നടക്കുമോ എന്നത് അറിയില്ല. വി ശിവൻകുട്ടി വെല്ലുവിളിച്ച സംവാദം പ്രധാനമന്ത്രി പങ്കെടുക്കില്ല എന്നാണ് ഈ ചർച്ചകൾക്കൊക്കെ തുടക്കം കുറിച്ചത് രാജീവ് ചന്ദ്രശേഖറായിരുന്നു. പക്ഷേ അദ്ദേഹം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്ന രീതിയിലാണ് പിന്നീട് പ്രതികരണങ്ങൾ വന്നത്. എന്തായാലും മേഘന, ഗുഡ് മോർണിംഗ്. എന്താണ് തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ? തെക്കൻ കേരളത്തിലെ വിശേഷങ്ങൾ, പ്രചാരണം ഏത് രീതിയിൽ പോകുന്നു? ഗുഡ് മോർണിംഗ് ദിൽന, ഗോകുൽ. ഇനി തിരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾ മാത്രം. എല്ലാ മുന്നണികളും ശക്തമായ പ്രചാരണത്തിലാണ്. അതിൽ നേമം മണ്ഡലത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി, എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലമായി നേമം മാറുന്നുണ്ട്. അത് എല്ലാ തവണയും അങ്ങനെ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇത്തവണയും പലവിധ വിഷയങ്ങൾ, ഡീൽ ആരോപണം അടക്കമുള്ള, അതുപോലെ തന്നെ BJP ശിവൻകുട്ടിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്നു, അതുപോലെ രാജീവ് ചന്ദ്രശേഖരുടെ സ്വത്ത് വിവാദം, അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കണ്ടു. ഒടുവിലാണ് ഒരു ജനകീയ സംവാദത്തിന് ശിവൻകുട്ടി രാജീവ് ചന്ദ്രശേഖരെ വെല്ലുവിളിക്കുന്നത്. അതിൽ പ്രധാനമായും NDA മുന്നണിയുടെ ഒരു പ്രചരണം എന്ന് പറയുന്നത്, നിലവിലെ MLA ആയിട്ടുള്ള ശിവൻകുട്ടി മണ്ഡലത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഒരു വികസന സംവാദത്തിന് തയ്യാറാണെന്ന് ആദ്യഘട്ടത്തിൽ NDA പറയുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ശിവൻകുട്ടി ഡേറ്റ് നിശ്ചയിക്കുകയും ഇന്ന് ഉച്ചവരെ താൻ ഫ്രീ ആണ്, അതുകൊണ്ട് തന്നെ പൂജപ്പുരയിൽ വെച്ച് സംവാദം നടത്താമെന്നുള്ള കാര്യം ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ വെച്ച് അറിയിക്കുകയും ചെയ്തത്. പക്ഷേ പിന്നീട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ, അതുപോലെ തന്നെ നേമത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരെയാണ് കണ്ടത്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. കൂടാതെ ഇന്ന് മോദി കേരളത്തിൽ വരുന്ന ദിവസമാണ്. ആ ദിവസം തന്നെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? കൂടാതെ താൻ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, കാരണം താൻ ഇതുവരെ ജനപ്രതിനിധി ആയിരുന്നില്ല. പക്ഷേ ജനപ്രതിനിധി ആയിരുന്ന ശിവൻകുട്ടി എന്ത് ചെയ്തു എന്നുള്ളത് ജനങ്ങൾക്കറിയാം. ജനങ്ങളെ ശിവൻകുട്ടി മണ്ടന്മാരാക്കുന്നു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയും ചെയ്തത്. കൂടാതെ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ശബരിനാഥൻ താനും സംവാദത്തിന് തയ്യാറാണ് എന്നുള്ള കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംവാദം നടക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അത് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്നും രാജീവ് ചന്ദ്രശേഖരുടെ ഷെഡ്യൂൾ നോക്കുമ്പോൾ ഇന്നും രാജീവ് ചന്ദ്രശേഖർ ജില്ലയിൽ തന്നെ വിവിധ പരിപാടികളിൽ, അതുപോലെ തന്നെ ഓശാന ഞായറുമായി ബന്ധപ്പെട്ട പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ആ സംവാദത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്ന് ഉച്ചവരെയാണ് ശിവൻകുട്ടി സമയം നൽകിയിരിക്കുന്നത്. അങ്ങനെ നടക്കുകയാണെങ്കിൽ അതിന്റെ വേദിയാവുന്നത് പൂജപ്പുരയായിരിക്കും. അത് ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, മേഘനയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ഇന്ന് പങ്കെടുക്കാൻ കഴിയില്ല, അസൗകര്യമുള്ള ദിവസമാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ സംവാദത്തിന് സാധ്യതയില്ല. പക്ഷേ ഇന്നലെ തന്നെ ശബരിനാഥൻ പറഞ്ഞത്, സംവാദമാണെങ്കിൽ BJPയും LDFും ഒരുമിച്ച് ഒരു വശത്തും ഞാൻ ഇപ്പുറത്ത് നിന്നോളാം എന്നതാണ് പറഞ്ഞത്. അങ്ങനെ സംവാദത്തിന് വെല്ലുവിളിക്കുമ്പോൾ പോലും അതിലും മറുപടിയിൽ പോലും വലിയ രാഷ്ട്രീയം ഉണ്ടാകുന്നു. അങ്ങനെ ശക്തമായ രാഷ്ട്രീയ പ്രതിവാദങ്ങൾ നിയമത്ത് രൂക്ഷമാവുകയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.